അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വീണ്ടും വന്നുകൂടിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസിനും നുസൈബക്കും ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. മാഷാ അല്ലാ. ഫാത്തിമ എന്ന് ആ കുഞ്ഞിനെ പേര് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. നുസൈബ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ പ്രസവം വീട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഒന്ന് രണ്ട് കമൻറ്റുകൾ വായിക്കാം കേട്ടോ. ഓരോരുത്തർ എഴുതിയ അനുഭവങ്ങൾ മാത്രമാണിത്. എന്നോട് പറഞ്ഞിരുന്നു, മഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞു വിട്ടു. അതെ, എന്നാൽ എൻ്റെ 7ാമത്തെ പ്രസവം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചു. അൽഹംദുലില്ലാ, ഞാനും കുഞ്ഞും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പം എൻ്റെ കുട്ടിക്ക് 11 വയസ്സായി. സൽവ, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെന്താ നമുക്ക് പേടിക്കേണ്ട ആവശ്യം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് കമൻസാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ എണ്ണം കൂടി ഞാൻ വായിക്കട്ടോ. സൽവ, നീ പറഞ്ഞ സത്യം തന്നെ. ഞാൻ 5 പ്രസവിച്ചു, 4 വീട്ടിൽ നിന്ന് പ്രസവിച്ചു. 5ാമത്തെ പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നാൽ എൻ്റെ കുഞ്ഞ് ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് ഓപ്പറേഷൻ ചെയ്തില്ല മാത്രം. ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തും കുഞ്ഞിനെ എടുക്കും. എന്തൊക്കെ തന്നെയാലും ജീവനില്ലാത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. അത് പെൺകുട്ടിയായിരുന്നു. 4 ആൺകുട്ടികൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി. പക്ഷേ അള്ളാഹു തന്നെ അതിന് തിരിച്ചെടുത്തു. എല്ലാം അള്ളാഹുവിൻ്റെ വിധി, അല്ലാതെ ഡോക്ടർമാർക്കോ സിസ്റ്റർമാർക്കോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും അവരുടെ അനുഭവങ്ങളാണ് ഇതിൽ പങ്കുവെച്ചത്, അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുവാനോ ഒന്നിനുമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, വീട്ടിൽ നിന്ന് തീരെ പാടില്ല, അല്ലെങ്കിൽ ചെയ്യൽ ഭയങ്കര കുറ്റകരമാണ് എന്നൊക്കെ പറയുമ്പോഴേ ഓരോ ഉമ്മമാരുടെ അനുഭവങ്ങളാണ് ഈ എഴുതി വിട്ടത്. അവരനുഭവിച്ചത്, അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനുഭവിച്ചത്. അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതന്നെ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞ് പടച്ച റബ്ബിനോട് നമ്മൾ പറഞ്ഞാൽ നമുക്കെല്ലാം സിമ്പിളാക്കി തരും. അത് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ശരി, വീട്ടിൽ നിന്നാണെങ്കിലും ശരി. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിച്ചാൽ നമ്മൾ പ്രസവിക്കും. അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും, അങ്ങനെ പലതും ആയിത്തീരും. എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഗർഭിണികളായ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ, അനുഭവിച്ചവർക്കൊക്കെ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാട്ടോ, ഞാൻ ഈ സ്റ്റോറി പറയുമ്പോൾ ഒരാളെയും ഞാൻ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ദുഃഖിപ്പിക്കാനോ ഒന്നിനുമല്ല. നമ്മളൊരു സ്റ്റോറി പോലെയാണ് നിങ്ങൾ കേട്ട് വിട്ടാൽ മതി. അല്ല നിങ്ങൾ ആരും ഇത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഞാൻ അതിൽ പറയുന്നേ ഇല്ല. നമ്മൾക്ക് രസകരമായി ഞാൻ സ്റ്റോറി കേട്ട് പോവാം. അതെ, ചില അനുഭവകഥകളെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. ഒരാൾക്കും തെറ്റുകുറ്റങ്ങളൊന്നും തോന്നാൻ പാടില്ല. അതുപോലെ എനിക്കും നിങ്ങളോട് ആരോടൊന്നും, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എപ്പോഴും എന്നും നിലനിർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അന്ന്. അത് ഫാത്തിമ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷങ്ങൾ. എന്തെന്നറിയില്ല, പുത്തൻവീട് തറവാട്ടിലേക്ക് കേട്ടറിഞ്ഞ് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷമ്മാസിന് സന്തോഷത്തിനും അതിരില്ലായിരുന്നു. നുസൈബയോട് ഓരോ കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങൾ വന്ന് ചോദിക്കുന്നു. അല്ല നുസൈബ, ഇജും പെരീന്ന് പറ്റൂലേ? ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പേടിയാണിതേ. ഒരു ധൈര്യം ആണനുട്ടാ. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ, പെരീന്ന് പെറ്റിക്കണല്ലോ ഓള്. പിന്നെന്താന്നോ, പെരീന്ന് പെറ്റ തുന്നുണ്ടാവില്ല. അതും വലിയൊരു, എൻ്റെ മോളൊക്കെ നാൾ അവിടെ പെറ്റിട്ട് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് പെറ്റുകാണ്ട് ഒരു 4-5 ദിവസം അവിടെ കിടന്നിക്കണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് തുന്നു വേദന തുടങ്ങിയിട്ട് ഓൾക്ക് റബ്ബേ നടക്കാനും വെജ്ജ, ഇരിക്കാനും വെജ്ജ, കെടുക്കാനും വെജ്ജ. എൻ്റെ അമ്മ പെറ്റ് പ്രസവത്തിന് ഇങ്ങനെ ഒരു വേദന ഇല്ല എന്നാണ് ഓള് പറഞ്ഞത്. പിന്നെ ഈ തുന്നിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെ ഉണ്ടാവും ചിലവർക്ക്. ഏതായാലും എൻ്റെ കുട്ടിക്ക് ഇനിയിപ്പോൾ അതുണ്ടാവില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഐഷുമ്മക്ക് എല്ലാവരും അവളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിലൊരു ബേജാറ് തോന്നി. പഠിച്ചോനെ, പെറ്റ പെണ്ണാളാ അത്. ഇന്നെ എങ്ങനെ തല എനിക്കാണ്ട് വർത്താനം പറയണം. എൻ്റെ റബ്ബേ, അതിന് എല്ലാവരും ഇപ്പോൾ കുട്ടീനെ കണ്ടു പോവുമല്ലോ, ഓളെടുത്തൊക്കെ എല്ലാവരും പാഞ്ഞു ചെല്ലണത്. കുട്ടീനെ എടി
കുട്ടിൻ്റെ കൈമ ഒരു കറുത്ത ചിരണ്ടണ്ട് കെട്ടിക്കാളാം. കാരണം നല്ല തടി നിറമുള്ളൊരു കുട്ടി. മാഷാ അല്ലാ, ആ ഷമ്മാസിനെ മോറുണ്ട് എടുത്ത് വെച്ചേക്കണ്. കുട്ടി ബാപ്പന്നെ കാണൂലതാ പറയണത്. എന്നാൽ ചിലവരാണെങ്കിൽ പറഞ്ഞ നുസൈബന്നെയാണ് കുട്ടി. പഠിച്ചോനെ ഇനിയിപ്പോൾ ബാപ്പായാലും ഉമ്മ ആയാലും രണ്ടാളും കൂടി എന്നല്ലേ, അപ്പം രണ്ടാളുടെ തന്നെ ഉണ്ടാകും. ഓരോരുത്തരും വന്ന് കുട്ടിയെ എടുക്കുന്നു, അതിനെ വല്ലാതെ നോക്കുന്നു. റബ്ബേ, പഠിച്ച റബ്ബേ നീ കാക്ക്. എന്നാൽ ഒത്താച്ചുറുക്കിയാത്ത വന്ന് പറഞ്ഞു, ഐഷോ പിന്നെ അതിന് അങ്ങനെ ഞങ്ങൾ ചിരട കെട്ടിക്കൊടുക്കിട്ടാ. ഇപ്പൊ തന്നെ അങ്ങനെ ആൾക്കാരങ്ങോട്ട് പുതിയ അയക്കണ്ട. ചിലവരൊന്നും ആശുപത്രിയിൽ നിന്ന് പെറ്റു വന്നാൽ അങ്ങനെ പെട്ടെന്ന് വരാൻ അയക്കൂല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ. ഇത് പറഞ്ഞാൽ പള്ളനുള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടിയല്ലേ. ആ കുട്ടിനെ ഇക്കൊല്ലം ഇങ്ങോട്ട് ആൾക്കാരുകൊണ്ട് പൊഴിഞ്ഞാൽ എന്താ റുക്കാത്ത ഞാൻ പറയാം. പിന്നെ ഇവിടെ ഇപ്പോൾ കുട്ടീനെ കാണാൻ വരുന്നവരോട് നമ്മൾ വരണ്ടേ പറയാൻ പറ്റൂലല്ലോ. നമ്മളെ കുട്ടിയല്ലേ, നമ്മളെ പുത്തൻ വീട് തറവാട്ടിലുണ്ടായ ഒരു പെൺകുട്ടിയല്ലേ. എൻ്റെ നവാസ് ഇല്ലായിട്ടല്ല, ഓലൊക്കെ ജനിച്ചത് ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ അല്ലേ. എന്നാൽ ഈ ഒരു പെരിയിൽ ജനിച്ച കുട്ടി അറിയുമ്പോൾ എന്തെനിക്കറിയില്ല, അതിനൊരു പുതുമ വേറെ തന്നെയല്ലേ. കേട്ടോല് മണ്ടാണ്. ഏതായാലും എല്ലാവർക്കും ചായയും വെള്ളം ഉണ്ടാക്കി കൊടുക്കുകയാണ് സമീറ. എന്നാൽ വീട്ടിൽ ഒരു ആൾക്കൂട്ടം അതാ കാണുന്നു. ഉസ്താദ് ഫൈസി ഉസ്താദ് മോളെയും കൊണ്ട് വരികയാണ്. റബ്ബേ, ഒരു നിമിഷം അദ്ദേഹം പുറത്തു തന്നെ നിന്നു. പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യമായിട്ടൊന്നും എന്തപ്പോ പെട്ടെന്ന് ഉസ്താദ് അവിടെ വഴിയിൽ നിൽക്കുന്നത് കണ്ട് ഷമ്മാസ് ഓടിച്ചെന്നു. അല്ലോ ഉസ്താദ് കയറി വരി. ഷാമോൻ എന്തെവിടെ ഇത്രയധികം? എൻ്റെ പൊന്നുസ്താദെ, അതിനിടയ്ക്ക് വല്ലതും സംഭവിച്ചു. എന്തേ? അല്ലേ, എൻ്റെ നുസൈബ് പ്രസവിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് വീട്ടിൽ തന്നെ? ആ, വീട്ടിൽ നിന്ന് പ്രസവിച്ചു. അവൾക്കൊരാഗ്രഹം. ഞാനും പിന്നെ അതിനെതിരെ പ്രവർത്തിച്ചില്ല. കാരണം നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെ ആഗ്രഹം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമ്മളങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ നിന്നായിരുന്നോ? ആ, ഇനിയിപ്പോൾ എന്തായാലും പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഇത്താത്തുണ്ട്, ഇവിടുത്തെ പ്രസവമൊക്കെ എടുക്കുന്നേ. ആ താത്താക്ക് ഭയങ്കര ധൈര്യമാണ്. അവർക്കറിയാം ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും പോകണ്ടെങ്കിലും. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു. എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. മാഷാ അല്ലാ. ഷമ്മാസ്, പെൺകുട്ടികൾ അത് വർക്കത്താണ്. അതെ, ഇനി നോക്കേണ്ടി നിൻ്റെ ജീവിതത്തിൽ എന്നും ഒരുപാട് റഹ്മത്തുകളായിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതും അതായിരുന്നു ഉസ്താദെ. പക്ഷേ ആൺകുട്ടിയാണെങ്കിൽ സ്വീകരിക്കില്ല എന്നല്ല കേട്ടോ, ഞാൻ ആഗ്രഹിച്ചത് പടച്ച റബ്ബ് എനിക്ക് തന്നതിൽ അൽഹംദുലില്ലാ. ഏതായാലും അതാ കുഞ്ഞി ഐഷു അകത്തേക്ക് കയറി വരുന്നു. ഷമ്മാസ് അവളെ എടുത്തു. മോളിസെ, നമുക്ക് കുഞ്ഞുവാവയെ കണ്ടേ. കുഞ്ഞുവാവയോ? എവിടെ? ആ, പിന്നെ ഇത്താത്തയുടെ കുട്ടി വന്നോ? ആ മോളെ വന്നല്ലോ, വരി പോയി നോക്കാം. നുസൈബയുടെ റൂമിലേക്ക് ഷമ്മാസ് അങ്ങോട്ട് കയറാൻ നിന്നപ്പോൾ അവിടെ കുറേ പെണ്ണുങ്ങളാണ്, അയൽവാസികളും ഒക്കെ ആയിട്ട് ഭയങ്കര വർത്താനം കാര്യം. ഐഷു, കുറച്ച് കഴിഞ്ഞിട്ട് കയറട്ടോ, നമുക്ക് ഉമ്മമ്മാൻ്റെ അടുത്ത് പോകാം. എന്നാൽ ഉമ്മമ്മാൻ്റെ അടുത്തും ആളുകൾ തന്നെയായിരുന്നു. ഓളെ കാര്യനേ, ഓൾക്കൊരു പൂതി എന്ന് വെച്ചാൽ ഓൾ ആദ്യേ അതിനോളെ നെയ്യത്തോലെ മയ്യത്ത് എന്നല്ലേ. ആ, ഓളെ നെയ്യത്ത് അതിന് പഠിച്ചു അതേപോലെ ഉണ്ടാക്കിയിരിക്കണ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായി കഴിഞ്ഞിരിക്കണ്. പണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ അല്ലേനോ. ഇപ്പം ഇത് പുതുമാതിരിയാണ്. ഇപ്പം ആരും ഇതിന് നിൽക്കൊന്നുമില്ല. അഥവാ നിന്നാൽ തന്നെ കേസ് കൊടുക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ. ആ, എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു മേലെ ഒരാളില്ലല്ലോ. അത് വിശ്വാസം ഉണ്ടോ ഞമ്മക്ക് എവിടെയും വിജയം ഉണ്ടാവും. നമ്മൾ പഠിച്ച റബ്ബിനോട് പറയാം, അള്ളാഹുവിനോട് ചോദിച്ചത് കിട്ടാത്തത് എന്താ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ തരാമെന്നല്ലേ പറഞ്ഞിക്കണത്. ആ, നമ്മൾ ചോദിക്കണം, നല്ലോണം ചോദിക്കണം. കുറച്ച് ചോദിച്ചാൽ പോരാ. പഠിച്ചോനെ എനിക്ക് കുറച്ച് മുതൽ തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ തരുമോ? പഠിച്ചോനെ കടം മാത്രം ഒന്ന് വീട്ടിയാൽ മതി, അതിന് കുറച്ച് പൈസ തരും. അങ്ങനെ നമ്മൾ പറയരുത്. പഠിച്ചോനെ എനിക്ക് കുറേ കൊണ്ടാ, എനിക്ക് തോനെ കൊണ്ടാ, എനിക്ക് നല്ലോണം പഠിച്ചോനെ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോൻ വാരിക്കോരി തരും നമുക്ക്. നമ്മൾ പഠിച്ചവനോട് ചോദിക്കണില്ല, ഒരു പിശുക്കും കാണിക്കരുത്. പക്ഷെ ഒരാളെ മുമ്പിൽ നമ്മൾ ചോദിക്കരുത്, പഠിച്ച റബ്ബിനോട് ചോദിക്കണം. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്ക് തുടക്കം മുതലേ ഓളെ നെയ്യത്ത് എന്തേനും, പഠിച്ചോനെ എനിക്ക് വീട്ടിൽ നിന്ന് പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും വരുന്നേ. അങ്ങനെ ഈ കുട്ടി തോന്നുന്നു പഠിച്ച റബ്ബ് അധികം ഒന്നും നേരം ആയിട്ടില്ല. എനിക്ക് ബേജാറിനോ,
എനിക്കിങ്ങോട്ട് ബേജാറ് പൊടിച്ചിട്ട് റഹ്മാനേ, ഞാനൊരു ഷമ്മാസ് ഞാൻ നുളോളിച്ച് ചെയ്യുമ്പോഴിരുന്ന് കാണാൻ ഞാൻ ചെല്ലണുണ്ട് പറഞ്ഞോണ്ട് നുളോളിച്ചിട്ടുണ്ട്. പൊന്നാരൻ്റെ ഷമോനെ വണ്ടി എടുത്തോ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നുളോളിച്ച് തന്നെ. എനിക്കിത് സമാധാനം വേണ്ടടി, എന്തെങ്കിലും കായി തീർന്ന എന്ത് നന്ന്. എന്നാലും നിങ്ങളെ ധൈര്യം ഓളെ ധൈര്യം എല്ലാം കൂടി പഠിച്ചോൻ തന്നല്ലേ ഓനക്കറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ റാഹത്തായി. പെട്ടെന്ന് ഉമ്മമ്മ ഐഷു അതാ ഉമ്മയുടെ അരികിലേക്ക്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി എവിടെ? അല്ല ഉമ്മമ്മ, ഞാൻ ഉപ്പച്ചിൻ്റെ കൂടെ പോയതായിരുന്നു. ഉമ്മമ്മ വാവ വന്നോ? കുഞ്ഞു വാവ വന്നോ? ആ കുട്ടിയെ ഷാമോനെ ഉമ്മാൻ്റെ കുട്ടി ഇത് കാണിച്ചു കൊടുത്തില്ലേ? ഉമ്മ അവിടെ പെണ്ണുങ്ങളെ തിരക്കാണ്. ഇപ്പം കാണട്ടോ ഉമ്മാൻ്റെ കുട്ടിക്ക്, ഇപ്പം കാണട്ടോ. അല്ല മോനെ, ആ ഉസ്താദ് വന്നിക്കണ്. സെമീറാനെ വിളിച്ചാ? സെമീറാനെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ഉണ്ടായിക്കോട് ഉമ്മ. അവളെല്ലാവർക്കും ചായ ഉണ്ടാക്കി ഒഴുക്കന്നെയാണ്. ചായയും കടിയും അങ്ങനെ പഴംപൊരി ഒരു ഭാഗത്ത് ചുട്ട് കൂട്ടണ്, ഇവിടെ കൊടുന്ന് ചെരിയണ്. എല്ലാവരും വരുന്നോലൊക്കെ ചായയും കടി തിന്ന് പോണ്ടുമ്മ. പാവം എൻ്റെ കുട്ടി റബ്ബേ. അള്ളാഹുവേ, ഓളെ എനിക്ക് ഇറക്കി തന്നാൻ റബ്ബേ. ഈ നേരത്തൊക്കെ ഒരാൾ ഉള്ളത് വല്ലാത്തൊരു പഠിച്ച റബ്ബേ. അതിനുമാണൊരു ജീവിതം, ഓൾക്കുമാണൊരു ജീവിതം. അല്ല താത്ത, ഈ സെമീർ ആരാ? അതിൻ്റെ കഥ ഒന്നും പറയണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും പടച്ച റബ്ബോൾക്ക് ഹൈറായൊരു ജീവിതം കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹം. ഒന്നും ഇപ്പോൾ പണിക്കാരത്തിൻ്റെ മാതിരി ഇവിടെ നിർത്താൻ പറ്റൂലല്ലോ. അപ്പോഴേക്ക് റൂമിലുള്ളവരെ അത് ചായക്ക് വിളിക്കുന്നു. അതെ ഇങ്ങോട്ട് പോരിട്ടോ, ചായ എടുത്ത് വെച്ചിക്കണ്. പൊന്നു മോളെ, എൻ്റെ ഷമ്മാസ് ഒരു കൊല പയം അവിടെ വെച്ചിന്. നല്ലോണം പോത്തും ചെയ്തിക്കണം. തൊടുവെന്ന് വെട്ടിയെടുത്തതേനു. നല്ല പോത്തപ്പോൾ ഇവളെന്നെ പറഞ്ഞു, ഉമ്മ വരുന്നവർക്ക് എന്നാല് ബേക്കറി ഒന്നും കൊടുക്കണ്ട, പയാണ്ട് പൊരിച്ച് ഞാൻ പൊരിച്ചോളാം, സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതങ്ങനെ പൊരിച്ചിട്ട് ഇത്ര നേരമായി. ഹോട്ടലിലത്തെ പണിക്കാരന്മാർ പണിക്ക് നിന്നാൽ അങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെ എല്ലാവരും ചായ കൊടുക്കുന്നു. മാഷാ അല്ലാ താത്ത, നിങ്ങളെ വീട്ടിലത്തെ സെമീർ ഉണ്ടാക്കിയ പഴംപൊരി നല്ല രസമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും, എണ്ണയും കുടിച്ചിട്ടില്ല, പാകത്തിന് മധുരം. സെമീറ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും അവൾക്ക് നല്ല അഭിപ്രായങ്ങളാണ് കൊടുക്കുന്നത്. അല്ലെങ്കിലും പാചകത്തിൻ്റെ കാര്യത്തിൽ സെമീറ വലിയ ഉഷാറന്നെയാണ്. മോനെ ഷാമോനെ. എന്നാൽ ഉസ്താദിന് അതാ ചായ കൊടുക്കുന്നു. ഷമ്മാസിനോട് പറഞ്ഞു, ഷമ്മാസ് ഞാൻ പിന്നെ വരാം, ഇപ്പോൾ ആൾക്കൂട്ടൊക്കെ അല്ലേ, ഞാൻ പിന്നെ വരാം ചായ കുടിക്കാനൊക്കെ. അല്ല ഇതാ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ഓഫീസ് റൂമിലേക്ക് അതാ ഉസ്താദിന് ചായയും കടിയും എല്ലാം കൊടുക്കുന്നു. ഇത്ര പെട്ടെന്ന് പഴംപൊരിയൊക്കെ? അത് ഇവിടുത്തെ ആളുണ്ടാക്കിയതാണ്. ഓള് നല്ല പാചകക്കാരിയാണ്. നന്നായിട്ട് മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെയാലും ഉസ്താദേ, നിങ്ങളെ കുട്ടിയെ നോക്കുന്നത് ഇവിടുത്തെ സെമീറയാണ്. അതെ, അവൾക്ക് അവളുടെ ജീവിതത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടത്തിലാണ്. അതെ, മദ്യപാനിയായ ഭർത്താവ് ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എനിക്ക് മനസ്സിലായി. പക്ഷേ വീട്ടിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഉസ്താദെ ഓളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു തുടങ്ങി. ഉസ്താദ് ചായ കുടിക്കുങ്ങൾ? ചായ കുടിച്ചു മോനെ. അല്ല പഴംപൊരി രണ്ടെണ്ണം കൂടി തിന്നേ, അതിനെന്താ? അല്ല മതി, കഴിച്ചു. പിന്നെ കൂടുതലായിട്ട് കഴിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ഇപ്പോൾ കൂടുതലൊന്നും പാടില്ലല്ലോ. എന്തായാലും ഉഷാറായിട്ടുണ്ടോ? മാഷാ അല്ലാ. ഐഷു എവിടെ? ഐഷു അവിടെ എത്തിയാൽ പിന്നെ ഐഷു നേരെ സമീറയുടെ അരികിലും ഉമ്മയുടെ അരികിലായിരിക്കും. കുഞ്ഞുവാവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടുമില്ല. എല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഷമോനെ എന്നാ ഞാനങ്ങോട്ട്. ഐഷു ഐഷു പിന്നെ ഉപ്പച്ചിനെ വിളിക്കുന്നു. ഷമ്മാസ് എടുത്തുകൊണ്ട് അതാ അങ്ങോട്ട് പോയി. ഞാനേ ഉമ്മച്ചിൻ്റെ അടുത്തായിരുന്നു. ഉമ്മച്ചി നല്ല പഴംപൊരിയൊക്കെ ചുട്ട് തന്നിരുന്നു, നല്ല രസമുണ്ട്. ഉപ്പച്ചിൻ്റെ കുട്ടി ഉമ്മച്ചീൻ്റെ അടുത്ത് അങ്ങനെ നിന്നോളിട്ടോ. ഉപ്പച്ചി വരണ്ടിട്ടോ ഇടയ്ക്കൊക്കെ കാണാൻ. ആയിക്കോട്ടെ ഷമ്മാസേ. എന്നാൽ ഞാനങ്ങോട്ട്. പിന്നെ ഇവിടെ പ്രസവമൊക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഐഷുവിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കില്ലേ? എന്താ ഉസ്താദ് നിങ്ങളീ പറയുന്നത്? നിങ്ങളെന്തെങ്ങനെ പറയുന്നത്? ഇവിടെ സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഒരു കുഞ്ഞുണ്ട്. എന്നാൽ ഓടിപ്പാഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു കുട്ടിയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. മാഷാ അല്ലാ, ഞാൻ എൻ്റെ കുട്ടിയെ പോലെ തന്നെ നോക്കും. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അതുപോലെ ഞാൻ നോക്കും അവരെ.
ഉസ്താദെ, പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുന്ന ബർക്കത്തല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ, എൻ്റെ നവാസ്കാക്ക് 2 മക്കളും എനിക്ക് 2 മക്കളും. എന്താ, ഞാൻ അതുപോലെ നോക്കുള്ളൂ. ഷമ്മാസിൻ്റെ ആ വാക്കുകൾ കേട്ട് അതാ ഉസ്താദിന് വല്ലാത്ത സങ്കടം തോന്നി. ഷാമോനെ, ഏതായാലും പടച്ച റബ്ബ് നിനക്ക് നല്ലൊരു അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ പോയിട്ട് വരട്ടെ. ഉപ്പച്ചി പോയിക്കോളൂട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പച്ചിൻ്റെ കുട്ടി നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. ഞാൻ നിന്നോളും. പിന്നെ ഇവിടെ കുഞ്ഞുവാവുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ നിൽക്കാക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആയിക്കോട്ടെ, എന്നുപ്പച്ചി പോട്ടെ. അസ്സലാമലൈക്കും. അങ്ങനെ അതാ ഉസ്താദ് വീട്ടിൽ നിന്ന് പോകുന്നു. പൊന്നുമോൾ അത് നോക്കി നിൽക്കുന്നു. ഷമ്മാസിന് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. റബ്ബേ, ആ കുട്ടിക്ക് ഉമ്മയില്ലല്ലോ, ഉപ്പയാണെങ്കിലും പിരിഞ്ഞ് ജീവിക്കുകയാണ്. റബ്ബേ, എൻ്റെ പൊന്നുമോൾക്ക് ആ ഒരു അവസ്ഥയാണെങ്കിൽ റഹ്മാനെ എന്തായിരിക്കും സ്ഥിതി? ഷമ്മാസ് അതാണ് ആലോചിച്ച്. അവനാന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. റബ്ബേ, വിഷം മരണമുണ്ട്. ഇപ്പോൾ ഷമ്മാസ് ഒരു പെൺകുട്ടിയുടെ ഉപ്പയായപ്പോഴാണ് ഐഷുവിൻ്റെ സങ്കടവും വേദനയൊക്കെ ഷമ്മാസിന് മനസ്സിലാവുന്നു. പാവം റബ്ബേ, ആ ഉസ്താദിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അതെ, ഉമ്മയില്ലാത്ത ആ കുഞ്ഞ്, അതെ, ഉപ്പയും വിട്ടു പോകുമ്പോൾ ആ പിഞ്ചു ഹൃദയം എത്ര വേദനിക്കുന്നുണ്ടാവും. ആ ഉസ്താദിൻ്റെ മനസ്സിൽ റബ്ബേ എത്ര വേദന ഉണ്ടാവും. ഒരു നിമിഷം ഷമ്മാസ് ഓർത്തു, അതെ, തൻ്റെ ഫാത്തിമ കുട്ടി, എൻ്റെ കുഞ്ഞിനെ അവളുടെ ഉമ്മ നഷ്ടപ്പെടുക, അതെ, എനിക്കെൻ്റെ ഭാര്യ നഷ്ടപ്പെടുക, ആ ഒരു അവസ്ഥയാണ് റബ്ബേ ആ ഉസ്താദിനുള്ളത്. റഹ്മാനെ, നീ ക്ഷമ നൽക്. പെട്ടെന്ന് തന്നെ അവർക്ക് യോജിച്ച ഒരു ഉമ്മാനെ നീ കൊടുക്കല്ല. മോനെ, ഷാമോനെ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ. ഐഷുവിനെ എടുത്തുകൊണ്ട്. എവിടെ ഉസ്താദ് പോയടാ? ആ ഉമ്മ പോയി. എന്താ എൻ്റെ കുട്ടിക്ക് മുഖത്ത് വല്ലാത്തൊരു? ഉമ്മ, ഞാൻ ആ ഉസ്താദിൻ്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെടുമായിരുന്നു, പാവം. എന്നാൽ ഐഷുവിനും ഉപ്പച്ചി പോയപ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു. ഉമ്മ ഏതായാലും ഇല്ല. ഉപ്പയും പിരിഞ്ഞു പോകുമ്പോൾ ഈ പിഞ്ച് പൈതൽ തേങ്ങണുമ്മ. ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഷാമോനെ, ഈ ഒരു ഉപ്പായപ്പോഴേ എൻ്റെ മനസ്സൊക്കെ ആ വേദനയ്ക്ക് വന്നുല്ലേ? അതെ ഉമ്മ, ഉപ്പായപ്പോഴാണ് എനിക്കതൊക്കെ വരുന്നത്. ഈ കുട്ടിയുടെ ആ ഒരു വേദന എത്രയായിരിക്കും എന്നുള്ളത്. പെട്ടെന്ന് സമീറ, എവിടെ ഉമ്മച്ചിൻ്റെ കുട്ടി എവിടെ, വരി എന്ന് പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്തു. മോളെ, മോൾ കരയണ്ട കേട്ടോ. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഉമ്മ തരും കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ പോയിട്ട് കുഞ്ഞുവാവയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിലൊരു കുഞ്ഞുവാവ് വന്നിട്ടുണ്ടല്ലോ, മോൾ കണ്ടില്ലേ? ഇല്ല. ആ, മോൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ സമീറ അതാ അവളെയും എടുത്തുകൊണ്ട് നുസൈബയുടെ റൂമിലേക്ക്. അപ്പോഴും അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ദാ കണ്ടില്ലേ കുഞ്ഞുവാവ? മാഷാ അല്ലാ, ഉമ്മാൻ്റെ കുട്ടീൻ്റെ കുഞ്ഞനിയത്തിയാണ് കേട്ടോ. ഇത്താത്താനും കണ്ടപ്പോൾ കുട്ടി കരയുന്നുണ്ടല്ലോ. മാഷാ അല്ലാ, അമ്മാന്ന് വിളിക്കുന്നുണ്ട്. അല്ലാ. ഫാത്തിമയുടെ ശബ്ദം കേട്ടതും അതാ ശരിക്കും ഐഷു ചിരിച്ചു പോയി. അവൾ സമീറയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മച്ചി കുഞ്ഞുവാവ അല്ലേ? ഉമ്മച്ചിക്ക് കുഞ്ഞുവാവ ഉണ്ടാവൂലേ? ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. എന്നാൽ കരച്ചിൽ കേട്ടപ്പോഴേക്കും ഷമ്മാസും ഓടിയെത്തി. എന്നാൽ അവിടെ റുക്യാത്ത് ഉണ്ടായിരുന്നു. കണ്ട, കരച്ചിൽ കേൾക്കുമ്പോത്തിന് ബാപ്പ ഓടി വരണേ, എന്താ ചെയ്യുക? ചിരിച്ചുകൊണ്ട് റുക്യാത്ത് പറഞ്ഞു. എന്നാൽ അവിടെയുള്ളവരെല്ലാം പോയി തുടങ്ങിയിരുന്നു. കുട്ടിയെ എടുത്തു. എടി, ഇതിപ്പോൾ 3600 കണക്കിന് കുട്ടി. പിന്നെ ഇതിപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ ഈ ഒരു പൊന്തത്തടി നിറക്കെ. ഒന്നങ്ങോട്ട് വാർന്നു പോകും, എന്നിട്ട് പിന്നെ നന്നാകാണ്ട്. അങ്ങനെ ഇക്കാരം കുട്ടികൾ. എന്നാൽ പെട്ടെന്നാണ് ഐഷുമ്മക്ക് അത് ഓർമ്മ വന്നത്. ഷാമോൻ മനു കുട്ടി ഇവിടെ വന്നാണേ. എന്തോ ഉമ്മ? പ്രസവത്തിൻ്റെ വിവരം അറിഞ്ഞ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. നവാസും സൗദിയും കുട്ടികളും ഫോട്ടോ ഒന്നും കൂടി കാണിച്ചു കൊടുക്കണം, കുട്ടി കരയണ കേൾക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു. പിന്നെ സാജി ഇന്ന് ആശുപത്രിക്ക് പോയി, അവൾക്ക് സ്കാനിങ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകാണ്ട് ഓല് പോയിക്കണിഞ്ഞ് ഓല് വരും ഇക്കാരം. മോനെ, ഞാൻ ഇപ്പോൾ വിളിച്ചത് എന്തിനാ വെച്ചാലേ, നുസൈബാൻ്റെ വല്യമ്മക്ക് ഇപ്പോൾ നടക്കാൻ ഇതൊന്നും കഴിയൂല. ഓലിഞ്ഞിപ്പോൾ വരികയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വന്നും കാണും ഒരു പൊയ്ക്കാണ്. അതിനിപ്പോൾ ഒന്ന്
കാട്ടി കൊടുക്കുക. അതിന് പൂതി ഉണ്ടാവില്ലേ, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ പേരക്കുട്ടിയല്ലേ. എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളത്. എപ്പോഴും അതിനൊരു നെയ്യത്താണ്. ഉമ്മാൻ്റെ പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്ന് ആ വണ്ടിയിട്ടൊന്ന് പൊയ്ക്കോളി, എന്നാൽ ഓലെല്ലാവരും ഒന്ന് കൊണ്ടേക്കാണ്ട ഓളെ വല്യമ്മക്കൊന്ന് കാട്ടി കൊടുക്കും ചെയ്യാം. എന്തേ ഉമ്മ? സത്യം പറഞ്ഞാൽ ഷമ്മാസിന് ഫാത്തിമ ഉണ്ടായപ്പോൾ തീരെ അങ്ങ് പുറത്തു പോകാൻ തന്നെ തോന്നുന്നില്ല. എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ ഇങ്ങനെ? ഉമ്മ, അത് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയി കാട്ടി കൊടുക്കണോ? വേണ്ട വേണ്ട, അനക്കിപ്പോൾ അതിനുണ്ട് എടുക്കണല്ലടാ. ഇജ്ജ് എടുക്കാനൊന്നും ആയിട്ടില്ല. ഇജ്ജേ നല്ലോണം ശ്രദ്ധിക്കട്ടോ. തലതാ ഇവിടെ പിടിച്ചണം. ആ പെരടിൻ്റെ അവിടുന്ന് കൈ എടുക്കുകയേ ചെയ്യരുത്. എൻ്റെ കുട്ടികൾ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഐശുവിനെ പോലത്തെ കുട്ടികളെ പറ്റുള്ളൂ. ഐശുവിനെ പോലത്തെ കുട്ടികളാണെങ്കിൽ എൻ്റെ മാണ്ടമാരി എടുക്കുകയെ തോളിലിടുകയെ കൗത്തിലൊക്കെ എന്തുമാണെങ്കിലും കാട്ടാം. ഇത് ചെറിയ പിഞ്ച് പൈതലിനെ എടുത്ത് എനിക്ക് പേടിയണിച്ച് എടുക്കുമ്പോഴത്തേന് എനിക്ക് പഠിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഉമ്മാൻ്റെ കുട്ടി പോയിക്കാണ്ട് നുസൈബാൻ്റെ വല്യമ്മാനൊക്കെ ഒന്ന് പോയി കൊടുന്നാളി. നമ്മളെ വണ്ടിയിൽ തന്നെ പോയി കൊടുന്നാളി. കാരണം അതിനെന്ന് വെച്ചാൽ അത് നടക്കാവുന്നതിനുണ്ടാവും ഒരു പൂതി കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ. സത്യം പറഞ്ഞ ഷമ്മാസ് സന്തോഷത്തോടു കൂടി, ഐഷു മോളുണ്ടോ? ആപ്പാപ്പ ഞാനുണ്ട്. ഇടക്കിടക്ക് ഇക്കാക്കാന്ന് വിളിക്കും, ഇടക്ക് ആപ്പാപ്പാന്ന് വിളിക്കും. ഉപ്പച്ചി പറഞ്ഞതാണ് ആപ്പാപ്പ വിളിക്കാന്. ഓ അങ്ങനെ ആയിക്കോട്ടെ. ഐഷു മോള് വാ. അങ്ങനെ ഏതാ ഷമ്മാസും ഐഷുവും ആ കാറിൽ കയറി പോകുന്നു. വേറെ ഉമ്മച്ചിനെ കൂട്ടണോ? അത് വേണ്ട മോളെ, അത് ഉമ്മച്ചിനെ കൂട്ടിയാലേ അവിടെ കുഞ്ഞുവാവയെ കൂട്ടട്ടെ. കുഞ്ഞുവാവയെ കൂട്ടാനായിട്ടില്ലല്ലോ മോളെ. ഷമ്മാസ് ഐഷുവിനെയും കൊണ്ട് അതാ പോവുകയാണ്. ഉമ്മ പോയിട്ട് വരാട്ടോ. ആ മോനെ. നേരെ അതാ നുസൈബയുടെ വല്യമ്മയുടെ ആ ഒരു മനോഹരമായ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ കുഞ്ഞു പറഞ്ഞു, എന്ത് ഭംഗിയല്ലേ വീട് കാണാൻ, മാഷാ അല്ലാ. ആ മോളെ, അതെ, സത്യത്തിൽ ഷമ്മാസ് അപ്പോഴാണ് ആ വീടിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചത്. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു വീടായിരുന്നു അത്. ഒരു നിമിഷം ഷമ്മാസ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അല്ലാ ഇതുപോലത്തെ ഒരു വീട് ഇനി നുസിക്ക് എടുത്തു കൊടുക്കണം. അതുപോലെ പാവം സമീറക്ക് അവൾക്കൊരു വീടെടുത്തു കൊടുക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പെട്ടെന്ന് എളാമ, ആരാ റബ്ബേ? മക്കൾ അതാ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. മക്കളെ അങ്ങനെ ഓടണ്ട. ഉമ്മ, ഷാമോൻക്ക് വന്നിട്ടുണ്ട്. ഷാമോൻക്ക് പഠിച്ചോനെ. അപ്പോഴേക്കും അതാ എളാമ വാതിൽ തുറക്കുന്നു. മോനെ ഷാമോനെ കേറിക്ക്. പഠിച്ചോനെ ആരാ ഇത്? ഐഷ കുട്ടിയോ? ഓ വരി ഇരിക്കി. ഷാമോനെ എങ്ങനെയുണ്ട് പ്രസവമൊക്കെ? അൽഹംദുലില്ലാ റാഹത്തായില്ലേ മോനെ? റാഹത്തായി, അതൊക്കെ അൽഹംദുലില്ലാ. ഞാൻ വന്നെന്താന്ന് വെച്ചാൽ, അല്ല മോനെ ഇരിക്കേ. അല്ല മോ, ഇളമ ഇരിക്കാൻ വന്നതല്ല. ഞാൻ വല്യമ്മാനൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കുട്ടിയൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞയച്ചതാണ്. ആ മോനെ, സത്യം ഞാനും എളാപ്പയും ഇന്ന് പോരണം വിചാരിച്ച് നിൽക്കായിരുന്നു. ഓട്ടോറിക്ഷയൊക്കെ ഏൽപ്പിച്ചേക്കണേ. അപ്പോൾ വല്യമ്മാനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വല്യമ്മക്ക് ഓട്ടോറിക്ഷയൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്ന ഫോട്ടോകൾ എടുത്ത് കാട്ടി കൊടുക്കാം ഞമ്മക്ക് എന്ന് പറഞ്ഞൊക്കെയായിരുന്നു. അതിനുണ്ടാവില്ല ഒരു പൂതി. നേരെ അത് വല്യമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നു. വല്യമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരപ്പത്? ഉമ്മ, ഷാമോനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ, ഓൻ്റെ ഒച്ച കേട്ടപ്പോൾ മനസ്സിലായി. അല്ല കുട്ടിയെ, ഏതായാലും എൻ്റെ കുട്ടി പെറ്റല്ലോ. വല്യമ്മ വിതുമ്പി കരയുകയായിരുന്നു. ഉമ്മ എന്താ? അല്ലമ്മ, നിങ്ങളെന്തിങ്ങനെ കരയണത്? പെറ്റ് കഴിഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷം കൊണ്ടാണടി. എൻ്റെ പേരക്കുട്ടിക്കൊരു കുട്ടി ഉണ്ടായി കണ്ടിട്ട് പഠിച്ചോരെന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ 5 വക്തിലും ദ്വാരക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ കുട്ടി പെറ്റല്ലോ, അൽഹംദുലില്ലാ. ആശുപത്രിക്ക് പോയിനടാ? വല്യമ്മ ആശുപത്രിക്കൊന്നും പോയിട്ടില്ല, അതിനൊന്നും ഇടവന്നില്ല. അപ്പോഴേക്കും മാഷാ അല്ലാ അൽഹംദുലില്ലാ. അല്ലെങ്കിലും ആശുപത്രിക്ക് പോയാൽ ഓലണ്ട് കീറി മുറിച്ചലേക്കാരം. എനിക്ക് പണ്ടേ പേടിയാ, ഇപ്പോഴും പേടിയാ. അല്ലാ പഠിച്ചാൽ കാത്തു. 5 വക്തിലും ഇതിനും ദ്വാ ചെയ്യൽ. റബ്ബേ, എൻ്റെ കുട്ടിയെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്ന അല്ലാ. സത്യം പറഞ്ഞാൽ വല്യമ്മ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. ആ
അത് ശ്യാമോനെ വല്യമ്മാനോട് ഇങ്ങനെ ഓള് പ്രസവിച്ച് പറഞ്ഞപ്പോൾ വല്യമ്മ കുറേ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് ദുആ ചെയ്തു. പിന്നെ നിങ്ങൾ അറിയിച്ചൊന്നുമില്ലല്ലോ പ്രസവവേദന തുടങ്ങിയതും അതൊന്നും. അതും ഉമ്മ പറഞ്ഞ് അറിയിക്കണ്ട, എന്തിനാ വെറുതെ എല്ലാവരും ടെൻഷനാക്കണേ എന്ന് പറഞ്ഞതിൽ ഞാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു. വല്യമ്മ നമുക്ക് കുട്ടിനെ കാണാൻ പോകണ്ടേ? ഷമ്മാസ് സ്നേഹത്തോടെ വല്യമ്മയുടെ അരികിൽ ആ കട്ടിലിരുന്നു. മോനെ എങ്ങനെ പോകാനടാ, വല്യമ്മക്ക് കജ്ജൂലല്ലോ, ഓട്ടോർച്ചിയിലൊന്നും പോകാൻ വല്യമ്മക്ക് കജ്ജൂല, ഇങ്ങനെ കുത്തി കുലുങ്ങി, പിന്നെ ഈ വളഞ്ഞുത്തി ഇരിക്കലല്ലേ, നീച്ച് നടക്കാൻ വയ്ക്കണില്ലേ, ഇങ്ങനെ വടിയൊക്കെ കുട്ടികൾ കൊടന്നേക്കും, പിന്നെ എൻ്റെ കുട്ടി കൊടന്ന ആ വീൽ ചെയർ, അത് വല്ലാത്തൊരു സമാധാനമാണ്. ഇവിടെ മുറ്റത്ത് കൂടി അകത്ത് കൂടിയൊക്കെ അതങ്ങനെ കുട്ടികൾ ഉരുട്ടി കൊണ്ടെടുക്കുമ്പോൾ എനിക്ക് പുറം ലോകം ഒന്ന് കാണാം. മറ്റേത് ഈ ഇരുട്ടുമുറിയിൽ അങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് ജീവിതം കഴിച്ചേന്. ഏതായാലും എൻ്റെ കുട്ടീനെ പഠിച്ചോ നന്നാക്കട്ടെ. എൻ്റെ കുട്ടി നല്ലൊരു പേര് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, എല്ലാ സൗകര്യങ്ങളും. എൻ്റെ റഹീമിനെ കൊണ്ട് ഒന്നും കഞ്ചൂലല്ലോ. വല്യമ്മ നിങ്ങൾ കരയില്ലേ, ഇവർ നമുക്ക് എളാമ വല്യമ്മക്ക് ഡ്രസ്സ്, ഉമ്മാക്ക് ഞാനൊരു പർദ്ദ എടുത്ത് കൊടുക്കാം, പക്ഷെ ഉമ്മാക്ക് പർദ്ദ ഇഷ്ടമല്ലേ, ഉമ്മാക്ക് തുണിയും കുപ്പായേ ഇഷ്ടമുള്ളൂ. അതിനെന്താ, അതായിക്കോട്ടെ, തുണിയും കുപ്പായ ഇട്ട് കൊടുത്തോളേ. ചില വയസ്സായ ആൾക്കാർക്ക് പർദ്ദ വല്ല ഇഷ്ടം ഉണ്ടാവില്ല, ഓൾക്ക് ഇഷ്ടം തുണിയും കുപ്പായും ആയിരിക്കും. ആയിക്കോട്ടെ, ഓലെ തൃപ്തിയോളം നമ്മൾ നിൽക്കണം, അല്ലാതെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ച പോലെ ഒന്നിനും നിർത്തരുത്. ഓലെ ഇഷ്ടം എന്താ അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം. വല്യമ്മ എന്നാൽ നമുക്ക് പോവല്ലേ? അപ്പോഴേക്കും എളാമ്മ അതാ ഒരു പുതിയ തുണി എടുത്തു കൊടുത്തു, ഒരു കുപ്പായും തട്ടും ഇട്ട് കൊടുത്തു. വീൽ ചെയറിൽ അതാ ഷമ്മാസ് തന്നെ വല്യമ്മ ഇരുത്തി നേരെ അതാ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. വല്യമ്മ, എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ നല്ല ഫുള്ള് വലിയൊരു സീറ്റുണ്ട്, വല്യമ്മ കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കുക, അതല്ല ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ആ സീറ്റിൽ കുട്ടിയെ ഇരിക്കാൻ ബേക്കായൊന്നുമില്ല, നീച്ച് നടക്കാനേ ബേക്കാത്തത്. അല്ലമ്മ, വല്യമ്മക്ക് എങ്ങനെയാണ് ഇഷ്ടം, ഇവിടെ കിടക്കണോ അതോ ഇരുന്നാൽ മതിയോ? മോനെ ഇരുന്നോളാം ഞാൻ. അങ്ങനെ അതാ ഷമ്മാസ് വല്യമ്മയെ ആ വീൽ ചെയറിൽ നിന്നും വാരിയെടുക്കുന്നു, നേരെ ഫ്രണ്ടിലെ സീറ്റിൽ അവിടെ ബെൽറ്റ് ഇട്ടിരുത്തുന്നു. എളാമ നിങ്ങളും പോരി, എളാപ്പാനും വിളിക്ക്. അപ്പോഴേക്കും എളാമ എളാപ്പയെ വിളിച്ചിരുന്നു. എളാപ്പ അപ്പോഴേക്കും എത്തിയിരുന്നു. മോനെ ഷാമോനെ, എൻ്റെ കുട്ടി പ്രസവിച്ചു വന്നപ്പോൾ അപ്പോൾ പോരാൻ നിന്നതാണ്, ഉമ്മാനിട്ടങ്ങനെ പോരെ വിചാരിച്ച് മടിച്ചെന്നാണ്. എളാപ്പ എല്ലാം റാഹത്തായി കഴിഞ്ഞു, നിങ്ങൾ വരി. അങ്ങനെ അത് ഷമ്മാസിൻ്റെ വാഹനത്തിൽ എളാപ്പയും എളാമയും മക്കളും വല്യമ്മയും അതാ പോകുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക്. വല്യമ്മ എന്തീ കുഴപ്പമുണ്ടോ? ഇല്ല കുട്ടിയെ, ഒന്നുമില്ല. അതിൽ റഹീംക്ക് പറഞ്ഞു, വല്യമ്മ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടിയിലൊക്കെ മുന്നിലേക്ക് ഇരുന്ന് പോണത്. എല്ലാം വേണ്ടൊന്നും അറിയല്ലേ, പേരക്കുട്ടി മരുവിന് ഇത്ര നല്ല ആളാവുമ്പോൾ. അത് കേട്ട് വല്യമ്മ പറഞ്ഞു, പഠിച്ച തമ്പുരാൻ എൻ്റെ കുട്ടീനെ കാത്ത് രക്ഷിക്കട്ടെ, എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. പഠിച്ചവൻ്റെ കാരുണ്യാണ് എനിക്കുണ്ടാവും, അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്കുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ കുട്ടി നല്ലോണം നോക്കുന്നുണ്ടല്ലോ. പ്രായമായാലൊക്കെ ഇത്രയും സ്നേഹിക്കണം, ആരെ കിട്ടണ്? ഷമ്മാസേ, പിന്നെ വല്യമ്മക്കതൊരു പൂതിയാണ്, വല്യമ്മയുടെ അടുത്തേക്ക് വരുന്നതും ഇരിക്കണം സംസാരിക്കണം. മറ്റേത് വല്യമ്മ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ അതൊരു സങ്കടമായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. എളാപ്പ അങ്ങനെ തന്നെയല്ല വേണ്ടത്, വയസ്സായവരുടെ അടുത്ത് നമ്മൾ പോയിരിക്കണം, സംസാരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത്. വല്യമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും, എളാപ്പ എന്താ വല്യമ്മക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്? ഒന്നും വേണ്ട, ഇന്ന് എല്ലാവർക്കും ഒരു ജ്യൂസായല്ലോ. ഐഷു മോൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഐസ്ക്രീം മതി. അങ്ങനെയാണോ മോളെ? തണുപ്പല്ലേ, ചുമക്കൂലേ? ഇല്ല. അപ്പോഴേക്കും ഷമ്മാസത് എല്ലാവർക്കും ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നു. വല്യമ്മക്ക് ഇനിയിപ്പോൾ ജ്യൂസൊന്നും വേണ്ടല്ലേ. എന്നാൽ വല്യമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു ഷമ്മാസ് വാങ്ങിക്കൊടുത്തത്. കുട്ടിയെ എനിക്കൊരു കരുക്ക് വെള്ളം മതി, അതന്നെ എനിക്ക് പള്ളക്ക് സുഖം ഉണ്ടാവില്ല. വല്യമ്മ അപ്പോൾ തന്നെ അതാ എല്ലാവർക്കും ജ്യൂസും വാങ്ങിക്കൊടുക്കുന്നു. വല്യമ്മക്ക് കരിക്ക് വെള്ളവും ഐഷുമോൾക്കും മറ്റേ മക്കൾക്കും ഐസ്ക്രീമും ഒക്കെ വാങ്ങി ഷമ്മാസ് വരുന്നു. ഷാമോൻ ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു, എന്താണ് ഇപ്പോൾ ഇതൊക്കെ? അല്ല നിങ്ങൾ കുടിച്ചോളി. വല്യമ്മക്ക് ഷമ്മാസ് തന്നെ അത് പിടിച്ചു കൊടുക്കുന്നു. വല്യമ്മ നിങ്ങൾ കുടിച്ചോളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ആ കാമ്പ് ഞാൻ വെട്ടി തരട്ടെ? മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക്
അതൊക്കെ ഗതികേടാവൂലേ? ഇല്ല വല്യമ്മ, എന്ത് ഗതികേട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ തന്നെ അതാ നല്ല സോഫ്റ്റായ ഇളനീരായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് വല്യമ്മയുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. പാവം, അത് കഴിക്കുമ്പോൾ അതിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടി കുറേ ഇടങ്ങാറായില്ലേ ഞങ്ങളെ കൊണ്ട്? വല്യമ്മങ്ങൾ എന്തെങ്ങനെ കരയണത്? ഞാൻ നിങ്ങളെ പേരക്കുട്ടി മരുവനല്ലേ, നിങ്ങളെ മരുവനല്ലേ ഞാൻ. അതിനിപ്പോൾ എന്താ നിങ്ങൾ ഇത്രമാത്രം? നിങ്ങളെ മോനും മരുവനൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഉള്ളത്. വല്യമ്മ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേ. അങ്ങനെ ഇതാ അവർ ജ്യൂസെല്ലാം കുടിച്ച് നേരെ പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തുന്നു. എന്നാൽ വണ്ടി തറവാടിൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നു. എളാപ്പ ഉമ്മയെടുക്കാൻ നിന്നപ്പോഴേക്കും പറഞ്ഞു, എളാപ്പ മാറിക്ക്, ഞാൻ എടുത്തോളം മാനെ. അങ്ങനെ വല്യമ്മയെ അതാ ഫ്രണ്ട് സീറ്റിൽ നിന്നും ഷമ്മാസ് എടുത്തു പോകുന്നു. നേരെ അതാ നുസൈബയുടെ റൂമിൽ ഒരു കസാര ഇടുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വല്യമ്മയും കൊണ്ട് നേരെ ആ കസാരയിലേക്ക് അതാ ഷമ്മാസ് കൊണ്ടുപോയിരുത്തുന്നു. സത്യം പറഞ്ഞാൽ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. വല്യമ്മ, എവിടെ വല്യമ്മാരെ കുട്ടി? പഠിച്ചോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ കുട്ടി ആശുപത്രിക്കൊന്നും പോകാതെ ഇവിടെ പെറ്റു എന്ന് പറഞ്ഞപ്പോൾ പഠിച്ച റബ്ബിനെ ഞാൻ കുറേ സ്തുതിച്ചു. വല്യമ്മ കരയുകയായിരുന്നു. എവിടെ എൻ്റെ കുട്ടി? കുഞ്ഞിനെ അതാ ഷമ്മാസ് തന്നെ എടുത്ത് കാട്ടിക്കൊടുക്കുന്നു. ഇത് വല്യമ്മ കുട്ടി. മാഷാ അല്ലാ, എൻ്റെ കുട്ടി. റഹ്മാനെ, അൽഹംദുലില്ലാ. നന്നാവും എൻ്റെ കുട്ടിയെ. ഇജെല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളല്ലേ. ഷമ്മാസിനെ അനുഗ്രഹിച്ചുകൊണ്ട് വല്യമ്മ വീണ്ടും ആ വാക്കുകൾ പറയുന്നു. അപ്പോഴേക്കും ഐഷുമ്മയും അങ്ങോട്ടെത്തി. പടച്ച റബ്ബേ, അല്ലാഹുമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം കുട്ടിയെ. ഏതായാലും നമ്പലം തുടങ്ങുമ്പോൾ ആശുപത്രിക്ക് പായണ ഇക്കാലത്ത് എൻ്റെ കുട്ടി പെരിയെന്ന് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. പഠിച്ച റബ്ബിൻ്റെ കുട്ടിനെ കാത്തു. പെൺകുട്ടികളായാൽ അങ്ങനെ വേണം. ഇത് നമ്പലം തുടങ്ങുമ്പോഴത്തേന് പായല്ലേ ആശുപത്രിക്ക്. പിന്നെ അവിടെ പോയി കീറി മുറിച്ച് ഇടങ്ങറാക്കി. ഇതിപ്പോൾ അതൊന്നുമില്ലല്ലോ. എൻ്റെ കുട്ടി റാഹത്തായില്ലേ. എല്ലാം പഠിച്ച റബ്ബിൻ്റെ കാവൽ. ഐഷുമ്മ പറഞ്ഞു, ഉമ്മ എന്തൊക്കെ നിങ്ങളെ വർത്താനം? നിങ്ങളെ കാണാൻ ഒരു പൂതിയാണ്. ഞാൻ ഷമ്മാസിനെ വേഗം പറഞ്ഞേച്ചേക്കേനെ. പൊന്നു മോനെ, വല്യമ്മക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂലല്ലോ ഓട്ടോറിക്ഷയിലൊന്നും. എൻ്റെ കുട്ടീനെ പഠിച്ചോ നന്നാക്കട്ടെ. ഏതായാലും ഓ നന്നാവും, നോക്കിക്കോ. ഷമ്മാസിനെ വീണ്ടും വീണ്ടും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വല്യമ്മ. അത് കേട്ട് ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലടി, ഇവിടെ കൂപ്പിച്ചാനൊക്കെ പാരാ. ഇവിടെ ദാ ഓളെ പ്രസവെടുത്ത് റുക്കിയാത്ത തന്നെ ഉണ്ടല്ലോ. നേരെ അതാ വല്യമ്മയുടെ അരികിലേക്ക് റുക്കിയാത്ത വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുട്ടിയെ, എൻ്റെ കൈയോണ്ട് എൻ്റെ കുട്ടി പ്രസവം കഴിച്ചല്ലോ. പഠിച്ച റബ്ബ് എനിക്ക് അനുഗ്രഹം നൽകട്ടെ. ഒരുപാട് ഒരുപാട് ആമീ. നിങ്ങൾ ദ്വാരക്ക് വല്യമ്മ. ഞമ്മക്ക് നിങ്ങളെ ദ്വാ തന്നെ ഉള്ളൂ. പ്രായമായാലും ദ്വാ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ദ്വാ തന്നെയാണ്. പ്രായമായാലും കുട്ടികളെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. എന്നാൽ അപ്പോഴേക്കും സമീറ അതാ ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ഇരിക്കേ എല്ലാവരും, ഇങ്ങോട്ട് ഇരുന്നോളി, വല്യമ്മക്ക് ഞാൻ അങ്ങോട്ട് വെച്ചെടുത്തോളാം. സമീറ പാവം പെണ്ണ്, ആരും വരുമ്പോഴും ചായയും കടിയും ഒക്കെ കൊടുക്കും. നല്ലൊരു സ്വഭാവമാണ്. എല്ലാവർക്കും പുത്തൻവീട് തറവാട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും അതാ സമീറയെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റവും കാര്യങ്ങളും, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും ഉഷാറും എല്ലാം കൂടെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമീറ ആ വീട്ടിലെ ഐശ്വര്യമുള്ള ഒരു പെണ്ണ് തന്നെ എന്ന് പറയാം. എല്ലാവരും അത് തന്നെയാണ് പറയുന്നു. നല്ലൊരു പെണ്ണില്ലേ. എന്താണ് പുതിയാപ്പിളിൻ്റെ ഇപ്പോൾ ശരിക്കും നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ വിധി. അല്ല അപ്പം എന്താ. അങ്ങനെ അതാ വല്യമ്മയും നുസൈബയുടെ അരികിൽ നിന്ന് ചായ കുടിക്കുന്നു. കുട്ടികളെ, എനിക്ക് ഇച്ചിറവും കട്ടൻ ചായയുള്ള മതി. ഈ പാലും വെള്ളമൊന്നും എനിക്ക് പറ്റൂല. പള്ളൻ്റെ ഒത്ത് ഒരു പൊറുതിയുടെക്കാരം. ഇച്ചിറവും കട്ടൻ ചായൻ്റെ വെള്ളം അത് മതി, വേറെ ഒത്തും വേണ്ട മക്കളെ. വല്യമ്മങ്ങൾ തിന്നോളി. ഇവിടെ ഉണ്ടാക്കിയ നാടൻ പഴം കൊണ്ട് ഉണ്ടാക്കിയ പഴംപൊരിയാണ്. ഇനി വല്യമ്മക്ക് തിന്നാൻ കഴിയണ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. സമീറയുടെ ആ ഒരു വാക്ക് മാണ്ട കുട്ടിയെ. എൻ്റെ കുട്ടീനെ ഇവിടെ കൊടുന്നല്ലോ, എൻ്റെ പേരക്കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, അതന്നെ എൻ്റെ വല്യമ്മാനെ മനസ്സറിഞ്ഞു. പിന്നെ എല്ലാവരോടായിട്ട് പറയാണ്, ഇനി അങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ നേരെ പഠിച്ചവൻ്റെ അടുത്തേക്കായിരിക്കും പോവുക. ഇനി പഠിച്ചോനെ
എന്നെ വിളിച്ചാലൊന്നും കുഴപ്പമില്ല. പഠിച്ചവനെ നിങ്ങളെല്ലാവരും ദ്വാരക്കിട്ടോ, ഈമാൻ കിട്ടിയെന്ന് മരിച്ചാൽ. വല്യമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവരെല്ലാവരും കരഞ്ഞു പോയി. റബ്ബേ പാവം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെയധികം വിഷമകരമായ ഒരു വാർത്ത കേട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ പെട്ട മൂന്നാമത്തെ മുത്തഅല്ലിമും അള്ളാഹുവിലേക്ക് യാത്രയായി ഫഹദ് മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. പരേതിന് മയ്യത്ത് നമസ്കരിക്കുവാനും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹുവേ റഹ്മാനെ, ആ സഹോദരങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്ക് റഹ്മാനെ. 25 വയസ്സ് മാത്രമാണ് പ്രായമുള്ള ഇന്ന് മരിച്ച മുത്തഅല്ലിം. റഹ്മാനെ, പ്രായമില്ലാത്ത പണ്ഡിതന്മാരാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അള്ളാഹുവെ, ദീനിൻ്റെ വിളക്കുകളാവേണ്ടവരാണ് അവർ. റഹ്മാനെ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കല്ലാ. അവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാ. റഹ്മാനെ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.